നമ്മളെ പരപ്പനങ്ങാടി ബീച്ചിൽ വന്നതാണ്. പരപ്പനങ്ങാടിയിൽ നിന്ന് നമ്മൾ അഞ്ചപ്പുറ കഴിഞ്ഞിട്ട് കുറേ കണ്ട് പോരാണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒന്ന് ഇവിടെ കടപ്പുറ ഈ ഭാഗത്തൊക്കെ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് എങ്ങനെ കാണണം എന്ന് പറഞ്ഞിട്ട് എങ്ങനെ പോകുന്നതാണ്. ഇവിടെ വൈകുന്നേരം നേരത്തൊക്കെ നല്ല ഉഷാറാണ്. കുറേ ആളുകളൊക്കെ ഉണ്ടാവും, കുട്ടികൾ പന്ത് കളിക്കുന്നതൊക്കെ ഉണ്ട്. ഈ ഭാഗങ്ങളൊക്കെ ആയിട്ട് പോയി ആവട്ടെ. വൈകുന്നേരമൊക്കെ കഴിഞ്ഞ് കാണാൻ ഇവിടെ കുട്ടികൾ പന്ത് കളിൻ്റെ ഒരു പൂരാണ് ഈ ഭാഗത്തൊക്കെ. ഹാർബറിൻ്റെ ഒരു തല ഇവിടെ ഈ ഭാഗത്തുള്ളത്, ഫുള്ള് ഹാർബർ കെട്ടിയതാണ് ഇവിടെ ഈ ഭാഗത്തൊക്കെ. നമ്മളെ റിഫു ഉണ്ട് ഇവിടെ വണ്ടിയിൽ, തോണിയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. റിഫു എങ്ങനെയുണ്ട് തോണി? സൂപ്പറല്ല? റിഫു തോണിയിൽ കയറി ഇരിക്കുന്നുണ്ട്. റിഫു പറയാണ് പോവാന്ന്. തോണി കയറുന്നുണ്ട്. എവിടേക്കാ പോണ്ടിയത്? എവിടേക്കാ പോണ്ടിയത്? വെള്ളത്തിക്കാ? ഏത് വെള്ളത്തിക്ക് പോണാ? പോയാലോ? ഈ തോണിൻ്റെ നമ്മളെ കാക്കാനെ പോയി വിളിച്ചോടുന്നാലോ? ഈ തോണിൻ്റെ ആളെ കാക്കാനെ പോയി വിളിച്ചോടുന്നാലോ? വേഗം വിടാം. നമ്മൾ സെറ്റല്ലേ? സെറ്റല്ലേ? ഏയ് ശബാഷ്. അപ്പോൾ ഹാർബർ ഇങ്ങോട്ട് നീങ്ങിയതിനെ കൊണ്ട് തോണിക്കാരൊക്കെ ഈ ഭാഗത്തേക്കാണ്, ഈ ഭാഗത്താണ് വരവ്. റിഫുവാ, റിഫുവാ, എടാ എൻ്റെ കണ്ണ് കാണുന്നില്ലല്ലോ, എൻ്റെ കണ്ണ് കാണുന്നില്ല റിഫുവാ. നഞ്ഞി ഇപ്പൊ അങ്ങനെയുണ്ട്. ഇവിടെ വന്ന് സമയം രാത്രിയായി, മഗ്‌രിബ് കഴിഞ്ഞ്. അപ്പോൾ ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഒരു ഗ്രീൻ പീസ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ പീസിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇവിടെ അടുത്തുള്ള ഹോട്ടലിൽ. ഗ്രീൻ പീസ് ഇവിടെ റെഡിയാക്കി കൊടുക്കണം. പഴംപൊരി ഉണ്ട്, പിന്നെ കക്ക നിറച്ചതുണ്ട്. ഗ്രീൻ പീസും ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചിട്ടുണ്ട്. ഗ്രീൻ പീസിന് 70 റുപ്യ ഒരു ഫുള്ളിന്. വെള്ളത്തിന് 20, അങ്ങനെ 90 ആയിട്ടിങ്ങനെ അവർ നിൽക്കണ ഭാഗത്തേക്ക് അവിടെ ഒരു തോണിയിലാണ് ഇരുത്തിച്ചിട്ടുള്ളത്. അപ്പോൾ തോണിയിലെടുത്ത് ഇങ്ങനെ പോവാം. ആ ദിവസം മറന്നുപോയി. തോണീൻ്റെ സൈഡ് ഭാഗത്താണ് ഇങ്ങനെ സുഖമായിട്ടിരിക്കുക. അപ്പോൾ രാത്രി എപ്പോഴും ആളുകൾ കുറവാണ്, പക്ഷേ അവിടെ വെളിച്ചമുള്ള ഭാഗത്തൊക്കെ നല്ല ആളുണ്ട്. ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് വൈകുന്നേരം ഭാഗത്തേക്ക് കണ്ടിരുന്നത് അവിടെ നല്ല തിരക്കാണ്. റോഡിൻ്റെ സൈഡായതിനെ കൊണ്ട് അവിടെ റോഡിൻ്റെ ആ ഭാഗത്തൊക്കെ നല്ല തിരക്കാണ്. റിഫു അവിടെ കുയ്യുണ്ട്, കുയ്യുണ്ട്. ഈ ചാടണ്ട ചാടണ്ട, ഈ ചാടണ്ട. ചാടി ആ കുയ്യ് ചാടി ചെയ്യേ. ഇന്ന് അതിലുണ്ട് പോരെ. അവിടെ ചെരുപ്പൊക്കെ കൂടി ചാടണ്ട.
ഇവിടെ തോണിയിൽ ഇരുന്നുകൊണ്ട് കഴിക്കാൻ നമുക്ക്. രാത്രിൻ്റെ കാഴ്ചയാണിത്. ബോട്ടിലുള്ള ഫ്ലാഷ് ലൈറ്റുകളൊക്കെയാണ് തെളിഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. കുറേ ദൂരെ ഭാഗത്ത് തോണിൻ്റെ എന്താ തോന്നുന്നുണ്ട്, ലൈറ്റ് ഇങ്ങനെ മിനുങ്ങുന്നുണ്ട്. ആ മറ്റേ ഇത് പാറ്റ വരുന്നുണ്ട്, വെളിച്ചം ജാസ്തി ആയിട്ട്. സ്പൂണ് കഴിക്കണം. ഇത് കഴിക്കണമെന്നാ ഞാൻ വളർത്തണം. ഇങ്ങോട്ട് ആക്കണം അവളെ, അങ്ങോട്ട് ആക്കണം. രസമുണ്ടോ? നിങ്ങൾ ടേസ്റ്റ് ഉണ്ട് ഗ്രീൻ പീസ്. എന്താ എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ഗ്രീൻ പീസ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെ കൈകൊണ്ട് കാണിക്കൽ? ഗുഡ്. ഗ്രീൻ പീസ് എടുത്താ? എടുത്തോ ഗ്രീൻ പീസ് എടുത്തോ. ഉഷാറാ? ശബാഷ്. അങ്ങനെ പരപ്പനങ്ങാടി ബീച്ചിൽ കയറി ബീച്ചിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് നേരെ ഇനിയിപ്പോൾ വണ്ടിയിൽ കയറിയാണ് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഉള്ളത്. ഗോ സ്റ്റാർട്ട്, പോകാം. സ്പീഡിൽ വിട്ടിട്ട് റിഫുവിന് വേഗം സ്പീഡിൽ വിടണം, വീട്ടിലെത്തണം എന്ന് പറഞ്ഞത് അല്ലേ? എന്തിനാ വേഗം സ്പീഡ് പോണേ? എത്തിയിട്ട് ഉറങ്ങണം. നല്ല കുട്ടി. പരപ്പനങ്ങാടി പുത്തിരിക്കലെത്തി. പുത്തിരിക്കൽ കുന്നത്തുപറമ്പ് റോട്ടിൽ കൂടെയാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. കുന്നത്തുപറമ്പല്ല, ഉള്ളാണം കുന്നത്തുപറമ്പ്. നമ്മളെ വീട്ടിലേക്കുള്ള വഴിയാണിത്. നമ്മളെ വീടിനോട് ചേർന്നിട്ടുള്ള നമ്മളെ മലയിലുള്ള ചെറിയൊരു പള്ളിയാണിത്.